ബിഗ് ബോസ് സീസൺ 6 നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുള്ള യൂട്യൂബർമാരൊക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ്. അതുകൊണ്ട് തന്നെ കുറച്ചധികം പേരുടെ പേരിവിടെ പറയാനുണ്ട്. ആ ഒരു സമയത്ത് വീഡിയോന് കുറച്ചധികം ലെങ്ത് കൂടാൻ ചാൻസ് ഉണ്ട്. ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ പറയാത്തതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് അടിച്ച് കാണാവുന്നതുമാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേരാണ് സീക്രട്ട് ഏജൻറ്റ്. സീക്രട്ട് ഏജൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണ. സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യത്തിന് നല്ല കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുന്ന കണ്ടന്റുകളെല്ലാവരും തൻ്റെ സീക്രട്ട് ഏജൻറ്റ് എന്ന യൂട്യൂബ് ചാനലിലൂടെ റിവ്യൂ ചെയ്യുന്ന ആളാണ്. നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ ആദ്യം മുതലുള്ളൊരു പേര് തന്നെയാണ്, ഏകദേശം ഉറപ്പായ ഒരു പേര് തന്നെയാണ് സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണയുടേത്. പിന്നീട് അടുത്തത് പറയാനായിട്ടുള്ളത് മുകേഷ് നായർ, അതായത് മല്ലു ജെഡി. നിങ്ങൾക്ക് ആ ഒരു പേരിലായിരിക്കും അറിയാം. നമ്മുടെ ഫുഡ് ബ്ലോഗറാണ്. അതോടൊപ്പം തന്നെ ലാലേട്ടൻ്റെ ഫേസ് കട്ട് ഉള്ളതുകൊണ്ട് അത്തരത്തിലുള്ള ഫോട്ടോഷൂട്ടും റീലുകളൊക്കെ ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിലൊക്കെ ആയിട്ട് ഷോർട്ട് കണ്ടന്റുകളും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നല്ല വ്യൂസും അതുപോലെ തന്നെ നല്ല സബ്സ്ക്രൈബേഴ്സ് കൗണ്ടൊക്കെ ഉള്ള ഒരു യൂട്യൂബ് ചാനലുള്ള ഒരാൾ തന്നെയാണ് മുകേഷ് നായർ എന്ന് പറയുന്ന മല്ലു ജെഡി. അപ്പം നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത്തത് പുള്ളിക്കാരനാണ്. നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമത്തെ പേരാണ് ജാസ്മിൻ ജാഫർ. ജാസ്മിൻ ജാഫറും ഈ പറഞ്ഞ പോലെ തന്നെ ബിഗ് ബോസ് സീസൺ 6 ആദ്യം മുതലുള്ള പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു പേര് തന്നെയാണ്. അപ്പോൾ ജാസ്മിൻ ജാഫർ ഒരു ബ്യൂട്ടി വ്ളോഗറാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്തിരുന്ന കുക്ക് വിത്ത് കോമഡിയിലും പുള്ളിക്കാരത്തി ഉണ്ടായിരുന്നു. അത്തരത്തിലും ആളുകൾക്ക് അറിയാൻ കഴിയും. അപ്പോൾ എന്താണ്, ഏകദേശം ഉറപ്പായ ഒരു പേര് തന്നെയാണ് ജാസ്മിൻ ജാഫറുടേതും. പിന്നീട് അടുത്തത് നാലാമതായിട്ട് നമുക്ക് പറയാനുള്ളത് KL ബ്രോസ് ബിജു ആൻഡ് ഋത്വിക് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു യൂട്യൂബ് ചാനലാണ്. നല്ല ഫാമിലി കണ്ടന്റുകളും നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ള കണ്ടന്റുകളും അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബ് ചാനലിൽ ഏകദേശം 40 മില്യണോളം സബ്സ്ക്രൈബേഴ്സ് കൗണ്ടും ഉണ്ട്. ഇപ്പോൾ അവർ കുറച്ചും കൂടി നല്ലോണം പ്രയത്നിച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ചാനലാവാനായിട്ട് പറ്റുന്ന ഒരു ചാനൽ തന്നെയാണ്. അപ്പോൾ KL ബ്രോസിൽ നമ്മുടെ ബിജുവിനാണ് ബിഗ് ബോസിൽ നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും പുള്ളിക്ക് അത് താല്പര്യമുണ്ടെങ്കിൽ ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു പേരും പ്രശസ്തിയും, ഇനിയിപ്പോൾ നല്ല പേരും പ്രശസ്തിയും ഉള്ള ആൾക്കാർ തന്നെയാണ്, എന്നാലും കുറച്ചുകൂടി കൂട്ടാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും. ഏകദേശം ഉറപ്പായ ഒരു പേര് തന്നെയാണ്. ദെൻ നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമത്തെ പേരാണ് വിഷ്ണു മോഹൻ്റെ യൂട്യൂബ് ചാനൽ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. കാരണം ഷോർട്ട് കണ്ടന്റുകൾ നല്ല എൻ്റർടൈനിങ് ആയിട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നമ്മളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ഒരു വ്യൂവറിന് എന്താണ് ആവശ്യം, അത്തരത്തിൽ ആ ഒരു ഷോർട്ട് വീഡിയോ എന്ന് പറയുന്നത് വലിയ ലെങ്ത് ഒന്നും ഉണ്ടാവില്ല. 59 സെക്കൻഡിൽ താഴെ ആയിരിക്കും. ആ 59 സെക്കൻഡിൽ താഴെ നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ 6 ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഒരുപാട് ഉറപ്പൊന്നും പറയുന്നില്ല, ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷേ ദെൻ അടുത്തത് നമ്മുടെ ലിസ്റ്റിൽ ആറാമത്തെ പേരാണ് ഇതുപോലെ തന്നെ നമ്മുടെ വിഷ്ണുവിൻ്റെ പേര് പറഞ്ഞ പോലെ തന്നെ വീഡിയോ ചെയ്യുന്ന ആലമീൻ, മുഹമ്മദ് ആലമീൻ. ഇതുപോലെ തന്നെ 59 സെക്കൻഡിൽ താഴെ ഉള്ളതാണ് ഷോർട്ട് വീഡിയോസ്. അത് നല്ല വെടിപ്പായിട്ടും വൃത്തിയായിട്ടും കോമഡിയും ട്രാജഡിയും ഇമോഷൻസും കൂട്ടിക്കലർത്തി ചെയ്യുന്ന ഒരു അടിപൊളി കണ്ടന്റ് ക്രിയേറ്ററാണ് ആലമീൻ എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ GP റൈഡർ എന്നാണ് പുള്ളിക്കാരൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. കാണാത്തവർ തീർച്ചയായിട്ടും കയറി കാണാൻ ശ്രമിക്കുക. ബിഗ് ബോസ് സീസൺ 6 ഏകദേശം ഉറപ്പായ ഒരു പേര് തന്നെയാണ്. ദെൻ ബിഗ് ബോസ് സീസൺ 6 നമ്മുടെ ലിസ്റ്റിൽ ഏഴാമത്തെ ആൾ സെബിൻ സെറിയാക്ക് നമ്മുടെ ഫിഷിംഗ് ഫ്രീക്സ് യൂട്യൂബ് ചാനലിൻ്റെ അഡ്മിനാണ്. ഏകദേശം 4 മില്യണോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലാണ് ഫിഷിംഗ് ഫ്രീക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെബിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. സെബിൻ്റെ ഫാമിലി വ്ളോഗൊക്കെ കാണാനായിട്ട് നല്ല വ്യൂവേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ സെബിൻ്റെ ഫാമിലി നല്ല ഒരു അച്ചടക്കവും നല്ല ഒരു സ്നേഹവും നിറഞ്ഞ ഒരു ഫാമിലിയാണ് സെബിൻ്റെ ഏറ്റവും വലിയ ബലം. ആ ഒരു യൂട്യൂബ് ചാനൽ ഇത്രയും വലുതാവാനായിട്ടുള്ള കാരണം ആ ഒരു ഫാമിലിയുടെ സപ്പോർട്ട് തന്നെയാണ്. സെബിൻ സെറിയാക്കിന് ബിഗ് ബോസ് സീസൺ 6 നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. എന്തൊക്കെയായാലും വരുമെന്നാണ് തോന്നുന്നത്. ദെൻ അടുത്തത് നമ്മുടെ നിക് സാൻഡിൽ ലോബി എന്ന നിക് വ്ളോഗ്സ്. സോഷ്യൽ മീഡിയയിൽ നല്ല നല്ല കണ്ടന്റുകൾ കൊണ്ട് ഒരുപാട് പേരുടെ സ്നേഹം പിടിച്ചു പറ്റാനായിട്ട് പറ്റിയൊരു യൂട്യൂബറാണ്. ഒരുപാട് പേരെ തനിക്ക് പറ്റുന്ന വിധത്തിൽ സഹായിക്കാനും, നമ്മുടെ ഇപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒക്കെ ഒരു ട്രാജിക് വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും കഷ്ടപ്പെടുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ പകുതി കൂടുതൽ പേരും ടാഗ് ചെയ്ത് ഇവൻ വരും എന്ന് പറഞ്ഞുള്ള രീതിയിൽ ഇടുന്ന ഒരു പേര് നമ്മുടെ നിക് വ്ളോഗ്സിൻ്റെ ആയിരിക്കും. നിങ്ങൾ കണ്ടു കാണും അതൊക്കെ. അപ്പോൾ നിക് വ്ളോഗ്സ് ആണ് നമ്മുടെ ലിസ്റ്റിൽ 8ാമത്. തീർച്ചയായിട്ടും വരാനായിട്ടുള്ള ഒരു ചാൻസ് കൂടി ഉണ്ട്. പുള്ളി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി സംസാരിക്കാനും പറ്റുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കും. ദെൻ അടുത്തത് നമ്മുടെ M4ടെക്കിലെ ജിയോ മച്ചാൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പില്ല. കാരണം എന്താണെന്ന്, ജിയോ മച്ചാൻ ഓഡിഷൻ കോൾ പോയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. കാരണം ജിയോ മച്ചാനും കൊണ്ടുപോകുന്ന M4ടെക് എന്ന ചാനൽ കേരളത്തിലെ ഏറ്റവും വലിയ ചാനലുകളിൽ ഒന്നാണ്.
അപ്പോൾ M4ടെക്കിൻ്റെ അഡ്മിനാണ് ജിയോ മച്ചാൻ. ഒരു യൂട്യൂബറിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മാക്സിമം പേയ്മെൻറ്റ് ജിയോ മച്ചാൻ നമ്മുടെ ബിഗ് ബോസിൽ നിന്ന് 1 ലക്ഷം രൂപ കിട്ടുമെന്ന് വെച്ചോ, ഒരു മാസത്തിലോ ആഴ്ചയിലൊക്കെ ആയിട്ട്. എന്നാലും M4ടെക് ഏൺ ചെയ്യുന്ന അത്രയും വലിയ പേയ്മെൻറ്റിലൊന്നും ഇതെത്തില്ല. അത്രയും പേയ്മെൻറ്റ് ബിഗ് ബോസിന് കൊടുക്കാനും പറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു 3 മാസം ജിയോ മച്ചാൻ ഇല്ലാതെ ആ ഒരു ചാനൽ അങ്ങനെ ഡെഡായി കിടക്കണ കാര്യം ജിയോ മച്ചാൻ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാൻ ചാൻസ് ഇല്ല. കാരണം ഒപ്പമുള്ള പ്രവീൺ ജോസഫ് എന്ന് പറയുന്ന തൻ്റെ പങ്കാളി വ്ളോഗ് ചെയ്യാനായിട്ട് അത്ര കുറച്ച് ഷൈ ക്യാരക്ടറുള്ള ആളാണ്. നിങ്ങൾക്കറിയാമല്ലോ, യൂട്യൂബ് നമ്മുടെ M4ടെക് അറിയാവുന്നവർക്കൊക്കെ ഈ ഒരു കാര്യം അറിയാവുന്നതാണ്. അപ്പോൾ അവരങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ടാവില്ല. പക്ഷേ ഉണ്ടാവുകയാണെങ്കിൽ എൻ്റെ നാട്ടുകാരനും കൂടിയായ ജിയോ മച്ചാൻ നല്ല കണ്ടൻറ്റുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ തന്നെ സപ്പോർട്ട് ചെയ്ത് ഞാൻ തന്നെ പുള്ളിയുടെ PR ആയി അങ്ങോട്ട് മാറും. ഇപ്പം തന്നെ പബ്ലിക് PR ആണ്, VR ആയി അങ്ങോട്ട് മാറി ഞാൻ. അപ്പോൾ അത്തരത്തിൽ നല്ല രസമായിരിക്കും പുള്ളി വരികയാണെങ്കിൽ, നല്ല കണ്ടൻറ്റുകളൊക്കെ കൊണ്ട്. അപ്പോൾ വരാനായിട്ട് ചാൻസ് കുറവാണ്, അന്വേഷിക്കാനും പറ്റത്തില്ല. ഞാൻ ജിയോ മച്ചാനെ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ള ആളാണ്, കാരണം എൻ്റെ നാട്ടുകാരനാണ്. അപ്പോൾ ജിയോ മച്ചാൻ വരുമെന്ന് നമുക്ക് നോക്കാം എന്തൊക്കെയാണെങ്കിലും. അടുത്ത നമ്മുടെ ലിസ്റ്റിൽ 10ാമത്തെ പേരാണ് തൊപ്പി. തൊപ്പിയും തൊപ്പിയുടെ ഫിയാൻസിയും ഒന്നിച്ച് വരുമെന്നാണ് പറഞ്ഞതല്ല, തൊപ്പി ഇൻ്റർവ്യൂവിന് പോയത് ഇവർ രണ്ടുപേരുടെ ഒന്നിച്ചാണ്, ഇൻ്റർവ്യൂ ചെയ്തതും ഇവർ രണ്ടുപേരെയും ഒന്നിച്ചാണ്. രണ്ടുപേരെയും ഒരുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ 6 കയറ്റണമെന്നായിരുന്നു ബിഗ് ബോസിൻ്റെ ആഗ്രഹം. പക്ഷേ തൊപ്പി കയറി തൻ്റെ ചാനലിൽ തന്നെ ബിഗ് ബോസിൽ നിന്ന് വിളിച്ചടാ, ഞാൻ ബിഗ് ബോസിൽ പോവുകയാണെങ്കിൽ കപ്പ് കൊണ്ടേ വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞും പോയി തൊപ്പി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ബിഗ് ബോസ് ചിലപ്പോൾ തൊപ്പിക്ക് അത്രയും താല്പര്യം കാണിക്കില്ല ഇനി. എന്ന് വെച്ചാൽ ബിഗ് ബോസിൻ്റെ റൂളിന് എഗെയിൻസ്റ്റ് ആണ്. പിന്നെ തൊപ്പി വന്നാൽ കണ്ടൻറ് ഉണ്ടാവും. തൊപ്പിയും തൊപ്പിയുടെ ഫിയാൻസിയുടെ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ ഇരട്ടി കണ്ടൻറ് ആയിരിക്കുള്ളൂ. അപ്പോൾ കണ്ടൻറ്റുകളാണ് ബിഗ് ബോസിന് ആവശ്യമെങ്കിൽ ഈ സീസൺ അത്തരത്തിലുള്ള ഒരു സീസണാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബിഗ് ബോസ് വിട്ട് കളയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അടുത്തത് നോക്കാം. ഗായത്രി അരുൺ നമ്മുടെ ഏഷ്യാനെറ്റിൽ സൂപ്പർ ഹിറ്റ് അല്ല ബ്ലോക്ക് ബസ്റ്ററായിട്ട് സംപ്രേഷണം ചെയ്തിരുന്ന പരസ്പരം സീരിയലിലെ ദീപ്തി IPS ഇപ്പോൾ യൂട്യൂബർമാരെ ലിസ്റ്റിൽ പെടുത്തിയത് എന്തെന്നാൽ ഇപ്പോൾ ഒരു യൂട്യൂബറാണ്. ഏകദേശം 5 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് കൗണ്ടുള്ള ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഉടമസ്ഥയാണ് ഗായത്രി അരുൺ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നല്ല നല്ല കണ്ടൻറ്റുകൾ തന്നെയാണ് ചാനലിൽ കൂടെ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ സീരിയലിലൊന്നും ആക്റ്റീവ് അല്ല, സിനിമയിലാണ് ഇപ്പോൾ പുള്ളിക്കാരത്തി കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു ദീപ്തി IPS എന്ന ക്യാരക്ടറിലാണ് ഇപ്പോഴും പുള്ളിക്കാരത്തി അറിയപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ 6 നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്, വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്, നല്ലോണം ഉണ്ട് ചാൻസ്. അടുത്തതാണ് നമ്മുടെ ലിസ്റ്റിൽ 12ാമത് ലക്ഷ്മി നക്ഷത്ര. നിങ്ങൾക്കറിയാം, സ്റ്റാർ മാജിക് എന്ന പരിപാടിയുടെ ആങ്കറാണ്, അതോടൊപ്പം തന്നെ യൂട്യൂബറുമാണ്. ഏകദേശം 30 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സുള്ള ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഓണറാണ് പുള്ളിക്കാരത്തി. നല്ല വ്യൂ അക്കൗണ്ടും നല്ല വൈറലായിട്ട് ഓടുന്ന വീഡിയോസൊക്കെ ഇടാറുള്ള ഒരു യൂട്യൂബ് ചാനൽ തന്നെയാണ് പുള്ളിക്കാരത്തിയുടേത്. നല്ല വ്ളോഗിങ് ചാനലൊക്കെയാണത്. അപ്പോൾ തീർച്ചയായിട്ടും വരാനായിട്ടുള്ള ചാൻസസ് ഏറെയാണ്. കാരണം ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്, ഇപ്പോൾ വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തീർച്ചയായിട്ടും വരുമെന്നാണ് തോന്നുന്നത്. കാരണം കുറച്ചുകൂടി ഫെയിം ആവാമല്ലോ. ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം എല്ലാവരെയും കയറി വരുന്ന എല്ലാവരെയും സെലിബ്രിറ്റീസ് ആയിട്ട് ഇപ്പുറത്തെ ഡോറിൽ കൂടെ കയറി ചെല്ലും, അപ്പുറത്തെ ഡോറിൽ കൂടെ സെലിബ്രിറ്റി ആയിട്ട് ഇറക്കി വിടുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വരാനാണ് ചാൻസ്. അടുത്തത് നമ്മുടെ ലിസ്റ്റിൽ 13ാമത് മഞ്ജുഷ മാർട്ടിനും നമ്മുടെ സ്വാന്തനം സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട് കുറച്ച് നാൾ. ഒരു യൂട്യൂബറാണ്, ഏകദേശം 15 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട്. നല്ല ഷോർട്ട് വീഡിയോ ഡാൻസ് വീഡിയോസ് ചെയ്യുന്ന ഒരു ചാനലാണ്. തീർച്ചയായിട്ടും വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. കാരണം ബിഗ് ബോസിൽ നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്, താല്പര്യമാണെന്നാണ് തോന്നുന്നത് പുള്ളിക്കാരത്തേക്ക്. തീർച്ചയായിട്ടും വരുമെന്നാണ് തോന്നുന്നത്. അടുത്തത് നീതു, ഒറ്റയ്ക്ക് നിന്ന് ഒരുപാടധികം വീഡിയോസ് ചെയ്യുന്നത്. കാരണം ഒരു 10 ക്യാരക്ടർ അഭിനയിക്കണമെങ്കിലും ഒറ്റയ്ക്ക് നിന്നിങ്ങനെ അഭിനയിക്കും. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ആണായിട്ടും പെണ്ണായിട്ടും കുട്ടിയായിട്ടും വാവയായിട്ടും അമ്മയായിട്ടും എല്ലാവരും ഒരു വീഡിയോ തന്നെ അഭിനയിച്ച് കളയും പുള്ളിക്കാരത്തി. അത്രയും ടാലൻറ്റഡ് ഉള്ള ഒരു ആക്ടറാണ്. ബിഗ് ബോസിലേക്ക് വരികയാണെങ്കിൽ പിന്നീട് സിനിമയിലേക്ക് ഒക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് പോലെ കാണാവുന്ന ഒരു സ്ഥലം തന്നെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും പുള്ളിക്കാരത്തി വരുമെന്നാണ് തോന്നുന്നത്. അതും ഒരുപാടധികം പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിൽ കണ്ടിട്ടുള്ള ഒരു പേര് തന്നെയാണ് നീതു ക്രിയേഷൻ, നീതുവിൻ്റേത്. അടുത്തത് പറയാനായിട്ടുള്ളത് 15ാമതാണ് നമ്മുടെ വീണ, ബിഹൈൻഡ് വേർഡ് ഐസിലെ വീണ. ഞാൻ പറഞ്ഞത് ബിഹൈൻഡ് വേർഡ് ഐസിലല്ല, ഇപ്പോൾ പുതിയൊരു യൂട്യൂബ് ചാനൽ സ്വന്തമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. വീണ ദി ഒറിജിനൽ എന്നൊക്കെ പറഞ്ഞൊരു യൂട്യൂബ് ചാനലായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ഇൻ്റർവ്യൂ നമ്മുടെ അഖിലിൻ്റെയും ഭാര്യയുടെയൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതുകൊണ്ടാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. വീണയും വരാനായിട്ടുള്ള ചാൻസസ് ഏറെയാണ്. വീണ ഏകദേശം ഉറപ്പായ കണ്ടസ്റ്റൻ്റ് ആണെന്നൊക്കെ അറിയുന്നുണ്ട്, പക്ഷേ അതിനെപ്പറ്റി കൂടുതൽ ഉറപ്പൊന്നും ഇപ്പോൾ പറയുന്നില്ല.
വീണ വരുമെന്നാണ് തോന്നുന്നത്. വീണ വരികയാണെങ്കിൽ നല്ല നല്ല കണ്ടൻറ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന അത്തരത്തിലൊരു ടോക്കിംഗ് സെൻസ് ഒക്കെ ഉള്ള ഒരാളാണ്. പിന്നെ ബിഗ് ബോസിനെ പറ്റി അറിയാം, കാരണം ബിഗ് ബോസിൻ്റെ ഒട്ടുമിക്ക എല്ലാ താരങ്ങളെയും വീണ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിനെ പറ്റി പഠിച്ചിട്ടും ഉള്ള ഒരാൾ തന്നെ ആയിരിക്കും. ദെൻ അടുത്തത് ബിഗ് ബോസ് സീസൺ 6 ഓഡിഷൻ കോൾ പോയിട്ടുള്ള 16ാമത്തെ ഒരു കണ്ടസ്റ്റൻ്റ് അല്ല, ഒരു വ്യക്തിയാണ് അസ്ലാം ആർലി. യൂട്യൂബിൽ കൂടെ നല്ല രീതിയിലുള്ള കുട്ടി മുതൽ വലിയ വലിയ ആളുകൾക്ക് വരെയും കാണാൻ പറ്റുന്ന നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ ചെയ്യുന്ന ഒരു യൂട്യൂബറാണ് അസ്ലാം ആർലി. അസ്ലാം ആർലിയും ബിഗ് ബോസിലേക്ക് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഈ ഇടയ്ക്ക് നമ്മുടെ ജാസ്മിൻ ജാഫറും അസ്ലാം ആർലിയും തമ്മിലുള്ള ഒരു കോൺട്രവേഴ്സി, രണ്ടുപേരും ബിഗ് ബോസിൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ വരുന്നു. ബിഗ് ബോസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇടി കാണാമെന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് ചിലപ്പോൾ തെറ്റിപ്പോവും, കാരണം അവർ പണ്ട് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അതുപോലെ തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് വിചാരിച്ച് കൊണ്ടുപോയവർക്ക് പണി പാളും. പക്ഷേ പ്രഡിക്ഷൻ ലിസ്റ്റുകൾ എല്ലാത്തിലും ഉൾപ്പെട്ടതാണ്. ഏകദേശം ഉറപ്പായൊരു പേരാണ് ജാസ്മിൻ ജാഫറിൻ്റേത്. അപ്പോൾ അസ്ലാം ആർലിയും വരാനായിട്ടുള്ള ചെറിയൊരു ചാൻസ് ഉണ്ട്, ഉറപ്പ് പറയുന്നില്ല. ദെൻ അടുത്തത് 17ാമതായിട്ട് പറയുന്നത് അച്ചു സുഗതിൻ്റെ പേരാണ്. നമ്മുടെ സ്വാതന്ത്ര്യം സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, റീസെൻ്റായിട്ട് അഭിനയിച്ചുകൊണ്ടിരിപ്പുണ്ട്. സ്വാതന്ത്ര്യം സീരിയൽ ഏകദേശം അവസാനിക്കാറായി. അപ്പോൾ അച്ചു സുഗന്ധിൻ്റെ പേരും നല്ല രീതിയിൽ ഉറപ്പായി എന്നൊക്കെ പറയുന്നുണ്ട് കുറേ പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിൽ. അപ്പോൾ അച്ചു സുഗന്ധും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കണ്ടൻറ്റുകൾ വരാൻ പറ്റുന്ന ഒരാൾ തന്നെ ആയിരിക്കും അച്ചു സുഗന്ധും. ഇപ്പോൾ തന്നെ ഒരുപാടധികം ഫാൻ പേജുകൾ അച്ചുവിൻ്റെ പേരിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ബിഗ് ബോസിൽ ചെല്ലുമ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദെൻ അടുത്തത് നമ്മുടെ അമീർ ഷാ ഇപ്പോൾ ഷാ മീഡിയ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ വരുന്ന ഷോർട്ട് ഫിലിംസ് നിങ്ങൾ ഇഷ്ടംമാരെ കണ്ടിട്ടുണ്ടാവും. ഒരുപാടധികം ഷോർട്ട് ഫിലിമുകൾ എഴുതിയതും സംവിധാനം ചെയ്തതും അഭിനയിച്ചതുമായിട്ടുള്ള ആളാണ് അമീർ ഷാ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഫുൾ നെയിം അമീർ ജലാൽ ഷാ എന്നാണ് തോന്നുന്നു, അത്തരത്തിലാണ് അയാളുടെ ഫുൾ നെയിം എന്ന് പറയുന്നത്. അപ്പോൾ നല്ല വ്യൂവർ കൗണ്ടും നല്ല സബ്സ്ക്രൈബേഴ്സ് കൗണ്ടൊക്കെ ഉള്ളൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിലുപരി നല്ല നല്ല കണ്ടൻറ്റുകളാണ് അതിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഒരുപാടധികം പേർക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഷോർട്ട് ഫിലിമുകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഒരു എഴുത്തുകാരനും സംവിധായകനൊക്കെയാണ്. ഒരു സിനിമ ഇൻഡസ്ട്രിയിലേക്കൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കാണാം ബിഗ് ബോസിനെ, അത്തരത്തിലേക്ക് ചെല്ലാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ദെൻ അടുത്തത് 19ാമതായിട്ട് പറയാനുള്ളത് മല്ലു റാപ്പറായിട്ടുള്ള ഫെജോയും ബിഗ് ബോസിൽ ഏകദേശം ഉറപ്പാണെന്നാണ് പറയുന്നത്. ഫെജോയ്ക്കും ഇതുപോലെ തന്നെ 5 ലക്ഷത്തിന് മേലെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു യൂട്യൂബ് ചാനലുണ്ട്, ഒരു 3-4 ലക്ഷം ഫോളോവേഴ്സ് ഉള്ളൊരു ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറയാം നമുക്ക്. ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാം, അതുപോലെ തന്നെ റാപ്പ് സോങ്ങുകളൊക്കെ സോഷ്യൽ മീഡിയയിലും, അതുപോലെ തന്നെ ഓരോ കോളേജുകളിലേക്ക് ഇനോഗ്രേഷൻ, എൻ്റെ കോളേജിൻ്റെ ഇനോഗ്രേഷൻ വന്നത് ഫെജോ ആയിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഫെജോൻ്റെ സ്റ്റേജ് ഷോകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. വരികയാണെങ്കിൽ നല്ല നല്ല പാട്ടുകളും കേൾക്കാം, അതിനോടൊപ്പം തന്നെ കണ്ടൻറ്റ് തരാൻ പറ്റുന്ന ഒരാൾ തന്നെ ആയിരിക്കും ഫെജോ. ദെൻ അടുത്തത് അന്ന പ്രസാദും നമ്മുടെ D4 ഡാൻസിൽ അതുപോലെയുള്ള സംഭവങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതാണ്. യൂട്യൂബ് ചാനലും ഉണ്ട് പുള്ളിക്കാരത്തിക്ക്, അതാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തത്. ഏകദേശം 3 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബ് ചാനലുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഏകദേശം ഉറപ്പായൊരു പേര് കൂടിയാണ്. വരികയാണെങ്കിൽ നല്ല നല്ല കണ്ടൻറ്റുകളും നല്ല ഡാൻസുകളും കാണാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും വരുമെന്നാണ് തോന്നുന്നത്. ഒട്ടനവധി പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിൽ ഉറപ്പായ പേരെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് വരുന്നത്. അന്ന പ്രസാദ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ദെൻ ഏറ്റവും അവസാനമായിട്ട് പറയുന്നത് ശില്പ ബാലയും ആദ്യം ആക്ടറായിട്ട് ഫിലിം ഇൻഡസ്ട്രി കൂടെ വരുന്നു, പിന്നീട് ആങ്കറായി മാറുന്നു, ഇപ്പോൾ ഒരു യൂട്യൂബറാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് TV പ്രോഗ്രാമുകളിൽ കുക്കിംഗ് പരിപാടിയുടെ ആങ്കറൊക്കെ ആയിട്ടൊക്കെ നിൽപ്പുണ്ട്. നമ്മുടെ ഏഷ്യാനെറ്റിൽ ഉൾപ്പെടെ നമ്മുടെ ശനിയാഴ്ച ഞായറാഴ്ച രാവിലെ 9 മണിക്കൊക്കെ സംപ്രേഷണം ചെയ്യുന്ന കുക്കിംഗ് പ്രോഗ്രാമുകളിൽ പുള്ളിക്കാരത്തി ആങ്കറാണ്. അതുപോലെ തന്നെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഏകദേശം 4 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ പുള്ളിക്കാരത്തിക്കുണ്ട്. തീർച്ചയായിട്ടും വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, കാരണം ബിഗ് ബോസ് സീസൺ 4 പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരാൾ തന്നെയാണ്. ബിഗ് ബോസ് സീസൺ 5 വിളിച്ചിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് സീസൺ 6 റീസെൻ്റായിട്ട് കോൾ പോയിട്ടുണ്ട്, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതായിട്ടാണ് അറിയുന്നത്. തീർച്ചയായിട്ടും ഉറപ്പിക്കാവുന്ന ഒരു പേര് തന്നെയാണ്, പക്ഷേ അത്ര ഉറപ്പ് പറയുന്നില്ല. ദെൻ ബിഗ് ബോസ് സീസൺ 6 നിന്ന് യൂട്യൂബർമാർ ആരൊക്കെയാണ് വരുന്നതെന്ന് കുറേ പേരിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തത്. വീഡിയോ കുറച്ച് ലെങ്തായി പോയെന്ന് അറിയാം. അപ്പോൾ ബിഗ് ബോസ് സീസൺ 6 വരുന്ന 75% ഉറപ്പായ കുറച്ച് പേരുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതും അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ ശ്രമിക്കുക. ബിഗ് ബോസ് സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മളുണ്ടാകും. തീർച്ചയായിട്ടും ഒന്ന് കൂടാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ആക്കി ലൈക്ക് ചെയ്ത് കൂടാൻ ശ്രമിക്കുക. താങ്ക് യു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.